ഈ കാണുന്നതാണ് കളമ്പൂക്കാവ് ഭദ്രകാളി പ്രതിഷ്ഠയാണ് ഇവിടെ. ഇപ്പോൾ ഇവിടെ ജനത്തിരക്കില്ല, കാരണം ആൾക്കാർ വന്നു തുടങ്ങുന്നേ ഉള്ളൂ വൈകിട്ട് ദീപാരാധനയ്ക്ക്. പാനപ്പുര അല്ലേ, ഈ കാണുന്നതാണ് പാനപ്പുര എന്ന് പറയുന്നത്. ഇവിടെ വെച്ചാണ് പാനയുടെ പൂജകളൊക്കെ നടക്കുന്നത് ഇവിടെയാണ്, പാനപ്പുര എന്ന് പറയും. ഉത്സവത്തിൻ്റെ അവസാന ദിവസമായ തൂക്കം നാളിൽ രാത്രി 12 മണിക്ക് ദേവി തൂക്കം ദർശിക്കുന്നതിന് വേണ്ടി ഘോഷയാകുന്ന മണ്ഡപമാണ് ഈ കാണുന്ന ചെറിയ 2 നിലയിലുള്ള ഈ ചെറിയ മാളിക. ഇവിടെ ഇരുന്നുകൊണ്ടാണ് ദേവി തൂക്കം ദർശിക്കുന്നത്. എൻ്റെ കളമ്പൂർക്കാവിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീകുമാർ സാറാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് നമുക്ക് ഈ ക്ഷേത്രത്തിലെ ഈ വഴിപാടുകളിൽ പഴയ ഐതിഹ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിശേഷങ്ങൾ അദ്ദേഹം നമ്മളുമായിട്ടൊന്ന് പങ്കുവയ്ക്കും. കളമ്പൂർക്കാവ് ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഭഗവതിയാണ്. 14 കരകളുടെ അധിഷ്ഠാന ദേവത എന്ന സങ്കല്പത്തിലാണ് ഭഗവതി കുടികൊള്ളുന്നത്. അമ്മ ഭാവത്തിൽ കുടികൊള്ളുന്ന ചൈതന്യമാണ് ദേവിയിൽ കാണുന്നത്. ഇവിടെ അനവധി ആളുകൾ വന്ന് അലമുറയിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതൊക്കെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഫലം അവർക്ക് കിട്ടിയതായിട്ട് പിൻകാലങ്ങളിൽ ഞാനടക്കമുള്ള ഭക്തർ മനസ്സിലാക്കുന്നുമുണ്ട്. കാളി ദാരിക യുദ്ധത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ് മുടിയേറ്റ്. മുടിയേറ്റ് ദിവസം ദാരികൻ്റെ ശിരസ്സറുക്കുന്ന ഭഗവതിയെയാണ് കാണാനായിട്ട് കഴിയുന്നത്. കാളി ദാരിക യുദ്ധത്തിൽ ഭഗവതിയെ സഹായിക്കുന്നത് ഭഗവതിയുടെ ഭൂതഗണങ്ങളാണ്. പാനയും ഈ മുടിയേറ്റുമായിട്ട് ഈ രീതിയിലുള്ളൊരു ബന്ധമുണ്ട്. അതുപോലെ തന്നെ ഭഗവതിയുടെ സഹായിയാണ് വേതാളം. പാന മഹോത്സവം 4 ദിവസങ്ങളിലാണ് കൊണ്ടാടുന്നത്. കുംഭമാസത്തിലെ രേവതി നാളിൽ തൂക്കം വരത്തക്ക രീതിയിലാണ് 4 ദിവസത്തെ ഉത്സവം ആരംഭിക്കുന്നത്. 1-ാം ദിവസം അരിയേറ് ആണ്, 2-ാം ദിവസം ചെറിയ പാന, 3-ാം ദിവസം വലിയ പാന, 4-ാം ദിവസം തൂക്കം. കാളിദാരിക യുദ്ധത്തിന് ശേഷം വീണ്ടും ദേഷ്യമടങ്ങാത്ത ഒരു ഭഗവതി ഭാവം ഉണ്ട്. അത് അരിയേറ് ഭഗവതിയുടെ ഈ ഭൂതഗണങ്ങളെ വീണ്ടും ആവേശം കൊള്ളിച്ച് അവരെ പാനനട വരെ എഴുന്നള്ളിക്കുന്നു, കൊണ്ടുപോകുന്നു. ഭഗവതി തിരിച്ച് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്നു. തിരിച്ചു വരുമ്പോൾ അവർക്ക് ആഹാരം കൊടുക്കുന്നൊരു രീതിയുണ്ട്. അതാണ് പ്രസിദ്ധമായ അരിയേർ അത്താഴം. അങ്ങനെ 1-ാം ദിവസം തീരുന്നു. 2-ാം ദിവസമാണ് ചെറിയ പാന. ചെറിയ പാന ദിവസം ഇതുപോലെ പാനപ്പര പൂജ, അത് വലിയ പ്രസിദ്ധമാണ്. പാനപ്പര പൂജ കഴിഞ്ഞ് പാനക്കാരും ഭഗവതി ഒക്കെ ഒത്തുള്ളൊരു പ്രദക്ഷിണമുണ്ട്. അതിനുശേഷം വീണ്ടും ഈ പാനക്കാർക്കുള്ള ഭക്ഷണം, അതൊക്കെ വളരെയധികം പ്രചാരവും പ്രസിദ്ധവുമാണ്. പാനക്കഞ്ഞി, 3 വലിയ വാർപ്പിനുള്ള ചക്കപ്പുഴുക്ക്, അതായത് 300-400ഓളം ചക്ക വെട്ടി ഉണ്ടാക്കുന്ന ചക്കപ്പുഴുക്ക്, മുതിരപ്പുഴുക്ക്, പായസം, ഏതാണ്ട് 45-50 പറ അരി, അതായത് 500 കിലോയിൽ കുറയാത്ത അരി, ഒരു പുഴുക്കൻ അരി കുത്തരി, ഇവിടെ കഞ്ഞി, ഇതൊക്കെ വെച്ചുള്ള ഒരു വലിയ വിഭവമാണ് ചെറിയ പാനയ്ക്ക് ഒരുക്കുന്നത്. വലിയ പാന ദിവസം, അതിന് പിറ്റേ ദിവസമാണ് വലിയ പാന. വലിയ പാനയ്ക്കും ഈ പറഞ്ഞ പാനപ്പര പൂജ പാനക്കാരൊത്തുള്ളത് നടക്കും. അവിടെയും വലിയ പാന കഞ്ഞിക്കും പ്രാധാന്യമുണ്ട്. ചെറിയ പാനയെ അപേക്ഷിച്ച് വലിയ പാന കഞ്ഞി ഒന്നുകൂടി കേമമാണ്. ഏതാണ്ട് 500-600 ചക്കയുടെ പുഴുക്കാണ്. അതുപോലെ തന്നെ വലിയ വാർപ്പുകളിൽ മുതിരപ്പുഴുക്ക്, പായസം, അതുപോലെ 60 പറ അരി, ഉരുപ്പുഴുക്കനരിയുടെ കഞ്ഞി, ഈ ദിവസങ്ങളിലൊക്കെ ഈ പ്രസാദം കഴിക്കാനായിട്ട് നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ആയിരക്കണക്കിന് ആളുകളാണ്. ഒരു 10,000 പേരെങ്കിലും ഒരു ദിവസം ആ ദിവസങ്ങളിൽ കഞ്ഞി കുടിക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വലിയ പാനയ്ക്ക് ശേഷമാണ് പിറ്റേ ദിവസം തൂക്കം വരുന്നത്. ഉച്ചപൂജയ്ക്ക് ശേഷം പാനപ്പരയിൽ വലിയ പാനപ്പര ഗുരുതി നടക്കും. അതായത് ഈ ഭൂതഗണങ്ങൾക്കും വേതാളത്തിനെ ഒക്കെ ശമിപ്പിച്ചതിന് ശേഷം ഭഗവതിയോട് വീണ്ടും വേതാളം പറയുന്നു, രക്തം മതിയായില്ല എന്ന് പറയുന്നു. അപ്പോൾ അവസാനം ഭഗവതി പറയുന്നു, ക്ഷേത്രത്തിലെത്തുന്ന ആദ്യത്തെ ആളിൽ നിന്ന് ഞാൻ രക്തം നിനക്ക് സംഭരിച്ച് തരാം എന്ന് പറയുന്നു.
അത് തൂക്കവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമാണ്. തൂക്കത്തിന് ഗരുഡന് നമ്മൾ ചൂണ്ട കുത്തുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ ഗരുഡൻ്റെ ലേശം രക്തം ചൂണ്ടയിൽ കുത്തുമ്പോൾ കാണുന്നത് വേതാളത്തിന് നൽകുന്നു എന്നൊക്കെ വിശ്വാസങ്ങളിൽ പറയും. പാനപ്പര വലിയ ഗുരുതി വളരെ പ്രസിദ്ധമാണ്. അതുപോലെ തന്നെ തൂക്കവും വളരെ പ്രസിദ്ധമാണ്. തൂക്കം നാളിൽ ദീപാരാധനയ്ക്ക് ശേഷം ഒറ്റത്തൂക്കം, ദാരികം തൂക്കം, അതിനുശേഷമാണ് ഗരുഡൻ തൂക്കം. രാത്രി 12 മണിയോടുകൂടി ദാരികം തൂക്കം ക്ഷേത്രത്തിൽ പ്രവേശിക്കും. ദാരികം തൂക്കങ്ങൾ ക്ഷേത്രത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം ഗരുഡൻ തൂക്കം പ്രവേശിക്കും. ഈ 12 മണിക്ക് മുമ്പ് തൂക്കം പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ നാടിൻ്റെ, ഞാൻ ആദ്യം സൂചിപ്പിച്ചില്ല, 14 കരകളുടെയും അധിഷ്ഠാന ദേവതയാണെന്ന്. ഈ 14 കരകളിൽ നിന്നും ദേശതാലപ്പൊലികൾ വരും. ദേശതാലപ്പൊലികളുടെ കാഴ്ചയും വരവും ഒക്കെ വർണ്ണാഭിരാമം തന്നെയാണ്. അതിനുശേഷമാണ് 12 മണിയോടുകൂടി ആദ്യം ദാരികം തൂക്കവും തുടർന്ന് ഗരുഡൻ തൂക്കവും ക്ഷേത്രത്തിലെത്തുന്നത്. തൂക്കത്തറ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള തൂക്കത്തറയിൽ മേളവും അതുപോലെ തന്നെ തൂക്കവും ഗരുഡൻ്റെയൊക്കെ പയറ്റ് കാണേണ്ട കാഴ്ച തന്നെയാണ്. വെളുപ്പിനെ 4 മണിയോടുകൂടി ചൂണ്ടകുത്ത്, 3 മണിക്ക് ആരംഭിച്ച് 4:30 ചൂണ്ടകുത്ത് ചടങ്ങ് അവസാനിക്കും. തുടർന്ന് ഭഗവതിയെ കിഴുക്കാവിൽ നിന്ന് ശ്രീകോവിലിലേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് നടയടച്ച് രാവിലെ 5:30 നിർമ്മാല്യത്തിനായിട്ട് ക്ഷേത്രനട തുറക്കും. അതോടുകൂടി ഈ 4 ദിവസത്തെ പാനയുടെ ചടങ്ങ് അവസാനിക്കുകയാണ്. ചെറിയ പാന ദിവസവും വലിയ പാന ദിവസവും ഉച്ച പൂജ കഴിഞ്ഞ് ആളുകളും അതുപോലെ ഭക്തജനങ്ങളും പാനക്കാരുമൊക്കെ വിഭവസമൃദ്ധമായ കഞ്ഞി കുടിച്ചതിന് ശേഷം 2:30 ഭഗവതി എഴുന്നള്ളിക്കാൻ നിർത്തും. ഈ സമയത്ത് ക്ഷേത്രത്തിലേക്ക് മൂവാറ്റുപുഴയാറിൽ കൂടി കെട്ടുവള്ളങ്ങളിലും എഴുന്നള്ളിപ്പുണ്ട്. ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞ് ആ ഒരു കെട്ടിച്ചമയത്തിൻ്റെ വരവ് കാണേണ്ട കാഴ്ച തന്നെയാണ്. ഈ വർഷം ആദ്യം എത്തുന്നത് ഗരുഡൻ ഉരുവാണെങ്കിൽ അടുത്ത വർഷം അത് ആദ്യം എത്തുന്നത് ഭീമൻ ഉരുവായിരിക്കും. ഗരുഡൻ ഉരു തയ്യാറാക്കിക്കൊണ്ട് വരുന്നത് കളമ്പൂർ, മുളക്കുളം ധീവര സമുദായ അംഗങ്ങളാണ്. ഭക്തി നിർഭരമായിട്ട് അതിൻ്റെ നൊയമ്പ് കാര്യങ്ങളൊക്കെ എടുത്താണ് അവർ സാധാരണയായിട്ട് ഈ ഗരുഡൻ ഉരു ക്ഷേത്രത്തിൽ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ വെള്ളൂർ ചെറുകര ധീവര സമുദായക്കാരുടെയാണ്, വേദവ്യാസ സഭയുടെയാണ് ഭീമൻ ഉരുവും. ഇത് രണ്ടും പുഴയുടെ 2 ഭാഗത്തു നിന്നും, കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും വരുന്ന കാഴ്ച മനോഹരമാണ്. 3 മണി കഴിയുമ്പോഴേക്കും അത് ക്ഷേത്രകടവിലടുത്ത് ഭഗവതി ക്ഷേത്രത്തിൽ പ്രവേശിച്ച് അമ്പലത്തിന് പ്രദക്ഷിണം വെച്ച് മൈതാനത്ത് കൊണ്ടുപോയി അവിടെ വെച്ചുള്ള മേളം, ഈ സമയത്ത് ദേവി പാനനടയിലേക്കുള്ള എഴുന്നള്ളത്ത്, തിരിച്ച് അവിടുത്തെ പൂജകൾക്ക് ശേഷം ഭഗവതി തിരിച്ച് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്നു. ആ സമയം വരെയുള്ള വാദ്യമേളങ്ങളോടുകൂടി കെങ്കേമമായൊരു ആഘോഷം തന്നെയാണ്, ചമയത്ത് തന്നെയാണ്, കാണേണ്ട കാഴ്ച തന്നെയാണ് ഉരുതുള്ളലും. അതൊരു പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട സംഗതി തന്നെയാണ്. ഇത്രയും നേരം ശ്രീകുമാർ സാറ് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും ഇവിടുത്തെ വഴിപാടുകളുടെ പാനയുടെയും അതുപോലെ ഉരുവിൻ്റെ എല്ലാം വിശദമായ ഒരു വിവരണം തന്നെ നമുക്ക് തന്നു. സാറിനോട് വളരെയധികം നന്ദി പറയുന്നു. ഒരു നാട് മൊത്തം കാത്തിരിക്കുന്ന ഒരു ഉത്സവമാണ് വരുന്ന ആഴ്ച ഇവിടെ നടക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു ഉത്സാഹത്തിലും ആഹ്ലാദത്തിലുമാണ് ഈ നാട്ടിലുള്ളവരെല്ലാവരും.